ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നൂൽ പൊറോട്ടയാണ്. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് മൈദയും അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. 1 കിലോ മൈദ വരെ 1 മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണം കൂട്ടേണ്ടു. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുഴക്കാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളത്തിൽ മാത്രമാണ് കുഴച്ചെടുക്കുന്നത്. സാധാ വെള്ളമാണ്. ഇതിൽ പാലൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പാലൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെയാണ്. അപ്പോൾ നമ്മൾ കുഴക്കുന്നതിൻ്റെ രീതി അനുസരിച്ചിരിക്കും നമ്മുടെ പൊറോട്ടേൻ്റെ സോഫ്റ്റ്. നമ്മൾ നല്ല പോലെ കുഴച്ചെടുത്താൽ നല്ല പൊറോട്ടയും കിട്ടും. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി കൗണ്ടർ ടോപ്പിലെടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് നല്ല പോലെ മയപ്പെടുത്തിയെടുക്കണം. ഇത് നമ്മൾ ചപ്പാത്തീനെക്കാട്ടി കുറച്ചും കൂടി ലൂസിൽ വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസിൽ തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഇതൊരു 3-4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് എടുത്തിട്ടുള്ളത് ഡാൽഡ ചൂടാക്കി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാകുമ്പോഴാണ് കുറച്ചും കൂടി നല്ല പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉരുളയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കുറച്ച് വലിയ പൊറോട്ട തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വലിയ ഉരുളയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഓയിൽ ഇതിലേക്ക് തടവിയിട്ട് നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് നമുക്ക് എത്ര നൈസായിട്ട് പരത്താൻ പറ്റും അത്രയും നൈസായിട്ടാണ് നമുക്കിത് പരത്തി കൊടുക്കാം. ഇപ്പം നല്ല നൈസായിട്ടാണ് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഓയിൽ നല്ലപോലെ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ നല്ല അടുപ്പിച്ചിട്ട് വരഞ്ഞു കൊടുക്കുക. എത്ര നമുക്ക് അടുപ്പിച്ച് വരഞ്ഞു കൊടുക്കാൻ പറ്റും അത്രയും നല്ല അടുപ്പിച്ചിട്ട് തന്നെ വരഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 സൈഡൊന്നും ഒരുപോലെ ആക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും നല്ലപോലെ അടുപ്പിച്ചെടുക്കുക. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് അടുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കയ്യിലേക്ക് എടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഒരുപോലെ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. ഇപ്പം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് പരത്തിയെടുക്കാം. നമ്മൾ അധികം കനം കുറഞ്ഞ് പരത്തിയെടുക്കേണ്ട, കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കാം. നന്ന നൈസായിട്ട് പരത്തിയെടുക്കരുത്. നൈസായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കില്ല, കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ ഞാനിപ്പം ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലും കൂടി തടവി കൊടുക്കാം. 3 എണ്ണം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് 3 പൊറോട്ട ആദ്യം പരത്തിയെടുക്കുക. അതിനുശേഷം ഇപ്പോൾ തവ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തവ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി തവയിലൊക്കെ ഇട്ട് ഇത് ചുട്ടെടുക്കാം. അധികം ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പൊറോട്ടൻ്റെ ഒരു ഭാഗം നല്ലപോലെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഭാഗം നല്ലപോലെ ആയതിനു ശേഷം നമുക്കിത് എടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. പൊറോട്ട അടിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് പൊറോട്ടയ്ക്ക് അടിക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പൊറോട്ട അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നൂല് പോലെയായിട്ടുള്ള നല്ല ലെയറായിട്ടുള്ള. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.